എടോ പിന്നെ നമ്മളെ വാപ്പില്ലേ താണിപ്പുങ്കുന്നിൻ്റെ മേലുള്ള പത്തായപ്പുരക്കലെ ആ കണ്ടം ബാപ്പുവാടോ. ആ ഓൻ്റെ കല്യാണമാണ് ശനിയാഴ്ച 26-ാം തീയതി. ആടോ 26-ാം തീയതി ശനിയാഴ്ചയാണ് ഓൻ്റെ കല്യാണം. ഓനെന്താ കണ്ടം ബാപ്പു എന്ന് വിളിക്കാൻ കാരണം എന്നറിയോ? ഓന് പന്ത് കളിക്കുമ്പോൾ അടിക്കണൊക്കെ കണ്ടെത്തിക്ക് പോവാത്തോടോ. അങ്ങനെ പേരിട്ടാണ് ഓന് കണ്ടം ബാപ്പു എന്ന് ചെക്കന്മാരൊക്കെ. കാടാമ്പോയ ഈ മൈത്രിയിൽ വെച്ചിട്ട് അവൻ്റെ കല്യാണം, മൈത്രി കല്യാണ മണ്ഡപത്തിൽ. ആടോ അതിൽ വെച്ചിട്ട് അവൻ്റെ കല്യാണം. ഓനെ എവിടുന്ന പെണ്ണിട്ടുണ്ടെന്ന് അറിയോ? കയാർ കോളേജിൻ്റെ അവിടുന്ന്, കാവുമ്പുറം കയാർ കോളേജിൻ്റെ അവിടുന്ന് ആടോ അവൻ്റെ കല്യാണം. ഫാത്തിമ നിദാന്ന് പെണ്ണിൻ്റെ പേര്, ഫാത്തിമ നിദാന്ന്. ഓളെ പേര്. ഓളെ കല്യാണം കാവുമ്പുറം മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. ആടോ കാവുമ്പുറത്ത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. നമ്മളെ ബാപ്പുവിൻ്റെ കല്യാണമാണ് കേട്ടോ. എല്ലാ ചാങ്കോളും പേരോണ്ട് പൊന്നാരെ. ഓന് കെട്ടണ പെണ്ണിൻ്റെ പേരാണ് ഫാത്തിമ നിദായെ എന്നൊരു പേരാണ്. ഓളെ കല്യാണം കാവുമ്പുറത്ത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. ഓളെ പേരാ കയാറ് കോളേജിൻ്റെ അവിടെയാണ്, കാവുമ്പുറം. ഞമ്മളെ വാപ്പു താനപ്പം കുന്നിൻ്റെ മേലുള്ള വാപ്പു. ആടോ കണ്ടം ബാപ്പു എന്നാ എല്ലാവരും വിളിക്കുവനെ. ആടോ കണ്ടം ബാപ്പു ആണല്ലോ. ഓനെങ്ങനെ കണ്ടം ബാപ്പു എന്ന് പേരായിന്നറിയോ? എങ്ങനെയാണ്? ഓന് പന്ത് കളിക്കുമ്പോൾ അടിക്കണ പന്തൊക്കെ കണ്ടെത്തിക്ക് പോവാടോ. അങ്ങനെയാണ് ഓന് കണ്ടം ബാപ്പു എന്ന് പേരായത്. പത്തായപ്പുരക്കലാണ് ഓൻ്റെ വീട്. ആടോ താനപ്പം കുന്നിൻ്റെ മേലെ. പൊന്നാരേ നിങ്ങൾ കേൾക്കണം, ഞാനും ഉണ്ടാവൂട്ടാ കല്യാണ മണ്ഡപത്തിൽ. ഞാനും ഉണ്ടാവും മൈത്രിയിൽ. ഞാനും വരും. നമുക്ക് ചോറ് കഴിക്കണം, ബിരിയാണി. നല്ല തട്ടലാട്ടണം. ആടോ